ഹായ് ഹലോ വെൽക്കം ടു വാക്കിംഗ് സീരീസ് ഡേ 2. അപ്പോൾ ഇന്നലെ രാത്രി അങ്ങോട്ട് വന്നു, ഭയങ്കര ക്ഷീണം ഉണ്ടായിനി, കിടന്നങ്ങോട്ട് ഉറങ്ങി. പിന്നെ ഈ വീടിൻ്റെ ഓണറെ പേര്, ഇവർ ഈ എയർബിഎൻബിസ് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഓൾറെഡി ഈ വീടിൻ്റെ ആൾ ഈ വീട്ടിലുണ്ടാവും. അപ്പോൾ അവർ അവരുടെ ഫ്രീ ആയിട്ടുള്ള റൂം ഇങ്ങനെ ഇതുപോലെ പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റ്സിനൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഓണറിൻ്റെ പേര് കരൺ എന്നായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് അതൊരു ഇന്ത്യൻ ചങ്ങായി എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോഴല്ല അറിഞ്ഞത് അതൊരു ഇന്ത്യൻ പഞ്ചാബി പെണ്ണായിരുന്നു, കരൺ എന്നുള്ള പേര്. അപ്പോൾ ഒരു അമ്മച്ചിയാണ്. അമ്മച്ചി എന്നെ കണ്ടിട്ട് ആകെ ഷോക്കായി. ഈ നടന്നാണോ വരുന്നത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്, എന്തെങ്കിലും വേണോ എന്നൊക്കെ പറഞ്ഞിട്ട്, നല്ലൊരാൾ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പം ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചായ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വൈ നോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ താഴത്തേക്ക് വരാം, ചായ ഉണ്ടാക്കി വെച്ചോളി എന്ന് പറഞ്ഞു. ഇപ്പം എനിക്ക് ചായ ഉണ്ടാക്കി വെച്ചിക്കണേ, പോയോക്കാം. അപ്പോൾ ഇതാണ് റൂം ഞാൻ നല്ല കാണിച്ചു തന്നീനല്ലോ അല്ലേ. എൻ്റെ റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങിയാൽ ഒന്നല്ലേ ഒരു പഞ്ചാബിൻ്റെ വീടാണ്. പിന്നെ ഇവിടെ വാഷ്റൂം ഉണ്ട്, പക്ഷെ ഒരാളുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ വന്നാൽ ഇതാണ് കിച്ചണ്. കിച്ചണിൽ അതാ എനിക്കുള്ള ചായ ഇട്ട് വെച്ചത്. പിന്നെ ഞാൻ ഇന്നലെ രാത്രി ഊബറിന് ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ രാവിലെ കഴിക്കാനും എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ഒന്നും വിചാരിച്ചിട്ട് ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ സാധനങ്ങളാട്ടോ. ഇതിൽ ഈ ഒരു സാൻഡ്വിച്ച്, സദേൺ ഫ്രൈഡ് ചിക്കൻ സാൻഡ്വിച്ചും, പിന്നെ നമ്മുടെ സ്ഥിരം ലോക്കോസാഡ് ഡ്രിങ്ക്, ഇത് രണ്ടും എൻ്റെ ഉള്ള ഇതെടുത്തിട്ട് ചൂടാക്കിയിട്ട് കഴിക്കണം. No, just come to the videos and just say hi. Yeah, oh, I see. Oh, that's Karan, the owner of the home. So you're going to walk now too? Yeah, today my stay is at Nettlebird. So it's like 30 kilometers. അമ്മച്ചിക്ക് വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ല കേട്ടോ, പാവം അമ്മച്ചി എന്ന് തോന്നുന്നു. പിന്നെ എനിക്കെന്തായാലും ചായ ഉണ്ടാക്കി തന്നു. പിന്നെ ഇതാകേണ്ട സാൻഡ്വിച്ച് 2 ഉണ്ട്, അത് ചൂടാക്കി തന്നു. ഇത് കഴിച്ചിട്ട് നമ്മളെ പരിപാടി തുടങ്ങണം. ഇന്ന് അത്രയ്ക്ക് പണിയില്ല. ഇന്ന് നെറ്റിൽബഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് എൻ്റെ യാത്ര. അവിടെ ഏകദേശം ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ, ലഞ്ചിൻ്റെ മുന്നേ 15 കിലോമീറ്റർ. ഇന്നലത്തെ അത്രയും പണിയില്ല, 6 കിലോമീറ്റർ ഇന്ന് കുറവാണ്. നല്ല കാര്യം. പിന്നെ ഇന്ന് ശരി എന്നാൽ തുടങ്ങിയാലോ. അപ്പം ഞാനിവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. റൂമൊക്കെ വൃത്തിയാക്കി വെക്കാൻ അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇറങ്ങാം. അമ്മച്ചിനോടൊന്ന് ടാറ്റ പറഞ്ഞിട്ട് പോവാം. ഇതാണ് അമ്മച്ചിൻ്റെ വീട്. അമ്മച്ചിനെ ഇറങ്ങിയപ്പോൾ കാണില്ല, അമ്മച്ചിയോടുമാണ് വാഷ്റൂമിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ. ഞാനവിടെ നിന്ന് ഇറങ്ങി ഏതായാലും. അപ്പം ഇന്നത്തേത് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇന്ന് 7 മണിക്കൂറാണ് ഇനി അടുത്ത് നടക്കാനുള്ളത്. ഞാൻ വഴി എങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ 30 കിലോമീറ്ററാണ് ഇന്ന് നടക്കാനുള്ളത്. ഇന്നലത്തെ സെയിം, പകുതി ലഞ്ചിൻ്റെ മുന്നേ, പകുതി ലഞ്ചിൻ്റെ ശേഷം. ഞാൻ 8 മണിക്ക് ഇറങ്ങാനാണ് വിചാരിച്ചിനി, പക്ഷേ എണീക്കാനും പിന്നെ ചായ ഒക്കെ കുടിച്ചപ്പോൾ അങ്ങനെ സമയം അങ്ങ് പോയി. ഞാൻ വഴി ഒന്ന് നോക്കട്ടെ, ഇതിലൂടെയൊക്കെയാണ് നടക്കാനില്ല. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ 8 മണിക്ക് ഇറങ്ങാൻ വിചാരിച്ചിന്, ഇതിപ്പോൾ 8:30 കഴിഞ്ഞു, 8:35 പിന്നെ ഞാൻ ഇന്നലെ ഡേ 1 വീഡിയോ കണ്ടപ്പോഴാണ് അതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം നമ്മളെ ഫസ്റ്റ് വീഡിയോ അല്ലേ, ഞാനൊട്ടും എനർജറ്റിക് അല്ല. അത് പിന്നെ ഈ ക്യാമറേൻ്റെ മുന്നിലുള്ള ഈ ഒരു ഷൈ ഒന്ന് ബ്രേക്ക് ചെയ്യണം, അപ്പോൾ അത് റെഡി ആവുള്ളൂ. പിന്നെ എല്ലാം ഞാൻ ചെറിയ ഷോർട്ട് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ഒന്ന്, പിന്നെ ഓരോരുത്തർ കമൻ്റായിട്ട് ഫീഡ്ബാക്ക് തരിക, അല്ലെങ്കിൽ എനിക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ. ഇന്നലൊക്കെ എനിക്ക് ഓരോരുത്തർ വിളിച്ച് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയൊന്നും. അതായത് വലിയ നമ്പറൊന്നും അല്ല എന്ന് എനിക്കറിയാം, എന്നാലും ഒരു 400 വ്യൂസൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഫസ്റ്റത്തെ ദിവസം തന്നെ ഇട്ടപ്പം
എനിക്കതിന് കിട്ടി. അപ്പം എല്ലാവർക്കും താങ്ക്സ്. പിന്നെ അതിലുള്ള ഓരോ കമൻസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, എല്ലാവരെയും സപ്പോർട്ടൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുക. ഒരു 500-600 മീറ്ററോളം ഇപ്പോൾ നടന്നിട്ടോ. അപ്പോൾ ഉണ്ട് വെറുതെ ഫോൺ നോക്കിയപ്പോൾ ഉണ്ട് അമ്മച്ചിയുടെ മെസ്സേജ് ആപ്പിൽ പിന്നെ യു ലെഫ്റ്റ് യുവർ ഹെഡ്ഫോൺ എന്നും പറഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു എയർപോർട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇറങ്ങിയപ്പോൾ എല്ലായിടത്തും നോക്കിയതായിരുന്നു, ഞാൻ കണ്ടില്ല. അധികം ദൂരം പോകാത്തത് ഭാഗ്യം. പോയി നോക്കട്ടെ. ഞാൻ വീണ്ടും തിരിച്ചവിടെ തന്നെ എത്തിന്. ചേച്ചി വാതിലൊക്കെ തുറന്ന് വെച്ചാണ്. I checked everything in the room, but I didn't find it. Thank you. Oh, under the bed? Yeah. Oh, Anyway. thank you, bye. അത് കിട്ടി. വെറുതെ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് നടക്കുന്നത്. ഞാൻ ഇന്ന് വിചാരിച്ചിനി ഇന്ന് എനിക്ക് പോകാനുള്ള റൂട്ട് മാത്രം കവർ ചെയ്തിട്ട് ഇന്നലത്തെ പോലെ ഇന്നലെ ഇപ്പോൾ സ്റ്റേഷനിൽ എത്താനായപ്പോൾ ഇതിന് 38 കിലോമീറ്റർ ആയി ഞാൻ പറഞ്ഞില്ലേ. മീൻസ് സ്റ്റേഷനിലെത്തിയതും ടോട്ടൽ വാക്കൊക്കെ പാടെ നോക്കിയപ്പോൾ 38 കിലോമീറ്റർ അങ്ങനെ നടന്നിട്ടുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും പാടില്ല. കറക്റ്റ് 30 ഏറിപ്പോയാലും 31, 31.5. കാരണം നമ്മൾ ചിലപ്പോൾ സാധനം വാങ്ങാൻ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കും. അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് എക്സ്ട്രാസ് അങ്ങനെ കുറച്ച് മാത്രം മതി എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നിന്നിന്. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആയിട്ട് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ഞാൻ എക്സ്ട്രാ നടന്നിട്ടുണ്ടാവും. ഇപ്പോൾ അങ്ങനെ നടന്നപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടപ്പോഴേ ഇന്നലെ മേടിച്ചിനെ പോലത്തെ ഒരു പ്രോട്ടീൻ ബാർ, ഇത് അതിൻ്റെ സെയിം സാധനത്തിൻ്റെ തന്നെ ഏതാണ് കോക്കോ ഹേസൽനട്ടിൻ്റെ ഒരു ചോക്ലേറ്റ് ബാർ മേടിച്ചു. പിന്നെ അവിടുന്ന് വാഷ്റൂം ഉണ്ടായിനി, മൂത്രമൊഴിച്ചു, റാത്തായി. ഇനി വീണ്ടും നടക്കട്ടെ. ഒരു 6 കിലോമീറ്ററോളം ഇപ്പോൾ ഞാൻ നടന്നു കേട്ടോ. ഒരു വിഷയം ഇന്നെന്താണുള്ളത് എന്ന് വെച്ചാൽ മഴക്കുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. വെതർ നോക്കിയപ്പോൾ മഴയ്ക്ക് ചാൻസ് ഉണ്ട്. അപ്പം മഴ പെയ്താൽ റെയിൻകോട്ട് ഉണ്ട് എൻ്റെ ബാഗിൽ. പക്ഷെ എന്നാലും അതൊരു ടാസ്ക് തന്നെയാണല്ലോ നടക്കലേ. മഴയത്ത് നടക്കാതെക്കാനും പറ്റില്ല, നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തൂല. നോക്കല്ലേ പേരോടത്ത് വെച്ച് കാണാം. പെയ്യാണ്ടിക്കട്ടെ, പെയ്താലും നമ്മൾ പോകണം. റെയിൻകോട്ട് ഇട്ട് പോണതൊന്നും വിഷയമല്ല, പക്ഷേ റൂട്ട് നോക്കാം, ഫോൺ എടുക്കണം, മാപ്പ് നോക്കണം. അതാണ് ഒരു ചാലഞ്ച്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തു. എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. എൻ്റെ ബാക്ക് പാക്ക് ഞാൻ അങ്ങോട്ട് മാറ്റി. അതായത് പൈസ നോക്കിയിട്ടൊരു ചീപ്പ് സാധനം വാങ്ങിയതേനു. അതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇട്ടിട്ട് വേദന എടുക്കുക. പിന്നെ അതിന് സപ്പോർട്ടൊന്നുമില്ല. ഇത് ഈ വേഗം ഉണ്ടോ, ഇതിൻ്റെ സപ്പോർട്ടുള്ളതുകൊണ്ട് വെയിറ്റ് കുറേ ഇങ്ങോട്ട് പോകും. അപ്പം ഇതിടെ നല്ല സുഖമുണ്ട്. ഞാനൊരു സ്പോർട്സ് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഇതിനൊരു കുഴപ്പമില്ല, ഇത് സുഖമുണ്ട് ഇടാൻ. അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തു. ഇപ്പം സമയം 12:45. പിന്നെ ഒരു ഒഴിഞ്ഞ ഏരിയയാണ് ഫുള്ള്. സൈഡിലൂടെയൊക്കെ കാടും പാടവും. പക്ഷെ റോട്ടിലൂടെ എപ്പോഴും വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ ലഞ്ച് കഴിക്കാൻ വിചാരിച്ചത് 1 മണിയായിരുന്നു. പക്ഷേ ഈ ഏരിയയിലൂടെ റെസ്റ്റോറൻറ്റ് ഇല്ലാത്തതുകൊണ്ട് അടുത്തൊന്ന് ഞാൻ കണ്ടത് ഒരു 25 മിനിറ്റ് കൂടെ നടന്നാൽ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ കയറിയിട്ട് എന്തെങ്കിലും ലഞ്ച് കഴിക്കാം. ഇന്ന് സത്യം പറഞ്ഞാൽ കുറച്ച് വിശക്കൽ തുടങ്ങിയിട്ടുണ്ട്. അത് രാവിലെ ഹെവി ആയിട്ടൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ പ്രോട്ടീൻ ബാറും ഒക്കെ കഴിച്ചായിരുന്നു, എന്നാലും ഹെവി ആയിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഇന്ന് സത്യം പറഞ്ഞാൽ കുറച്ച് വിശക്കൽ തുടങ്ങിയിരിക്കുന്നു. അവിടെ എത്തിയിട്ട് എന്തെങ്കിലും കഴിക്കണം. ഇനിയിപ്പോൾ ഒരു 23-22 മിനിറ്റും കൂടെയൊക്കെ നടക്കാനുണ്ടാവുക. നമുക്ക് നടന്നിട്ട് അവിടുന്ന് ലഞ്ച് കഴിക്കണം. അപ്പം തന്നെ എനിക്ക് തോന്നുന്നത് പകുതിയുടെ ഏറായി ഉണ്ടാവും. കാരണം ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് പകുതി ആയിട്ടുണ്ട്, 14 കിലോമീറ്ററൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയും കൂടി എത്തുമ്പം എനിക്ക് തോന്നുന്നത് പകുതിയിലധികം ആവും. പിന്നെ അത്യാവശ്യം കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് 2 മണി 2:30 ആകുമ്പോൾ നമുക്ക് പിന്നെ ഇറങ്ങിയാൽ മതി. അങ്ങനെ നടന്ന് ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലെത്തിന്. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ബാക്കിയുള്ളത് ഇവിടെ നിന്ന് എന്താണോ കിട്ടുന്നത് അത് നമ്മൾ കഴിക്കും. വേറെ സംഭവം നോക്കും. എവിടെ ചെന്നാലും നമ്മൾ ഇന്ത്യക്കാർ. ഇവിടെയും ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ്. നോക്കട്ടെ. അങ്ങനെ ഞാൻ അവസാനം
റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. മെനു നോക്കട്ടെ. മെനു നോക്കിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചിട്ട് പറയണം. നല്ല വിശപ്പുണ്ട്, കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണം. ഞാൻ ഒരു മസാല ദോശയും ഒരു ജ്യൂസും പറഞ്ഞിട്ടുണ്ട്. പണ്ടാറടങ്ങ ഒടുക്കത്തെ വില ഇവിടെ ഈ ഏരിയയിലൊന്നും വേറെ റെസ്റ്റോറൻറ്റ് ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഇവർ അമ്മ വില ഇവിടെ. മസാല ദോശക്ക് തന്നെ എനിക്ക് തോന്നുന്നു 10 പൗണ്ട് എന്തോ ഉണ്ട്. അത് പിന്നെയും കുഴപ്പമില്ല. ബിരിയാണിക്കൊക്കെ 20-25 പൗണ്ടൊക്കെ നടക്കില്ല. അപ്പോൾ ഒരു പറഞ്ഞു എന്നോടൊരു 20 മിനിറ്റൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ എങ്ങനെ എനിക്ക് ജ്യൂസ് വന്നിട്ടുണ്ട്, പൈനാപ്പിൾ ജ്യൂസാണ്. ഞാൻ എങ്ങനെ ഓരോട് അങ്ങോട്ട് ചോദിക്കുക കുറേ നേരം ഇവിടെ ഇരിക്കട്ടെ എന്നുള്ളത് വിചാരിച്ചിരിക്കും. ഓലെന്നെ പറഞ്ഞു നേരം പോകുന്നു, ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ഞാനിവിടെയുള്ള ചങ്ങായിനോട് വെറുതെ അങ്ങനെ സംസാരിച്ച് എവിടുന്നാണ് ഓനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇന്ത്യക്കാരനാണ്. അപ്പോൾ അവൻ പഞ്ചാബിയാണ്. അപ്പോൾ ഞാനോട് നിന്ന് ചോദിച്ചപ്പോൾ ഞാൻ കേരളയിൽ നിന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെ ഷെഫും കേരളക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഷെഫിനോട് സംസാരിച്ച് നോക്കട്ടെ, ഷെഫ് ചിലപ്പം വരും എന്നൊക്കെ പറഞ്ഞ്. അറിയില്ല, തിരക്കിലാണെങ്കിൽ അയാൾ വരുന്നില്ല, വന്നാൽ സംസാരിക്കാം. എല്ലായിടത്തും മലയാളികൾ. ഒരു മലയാളിയുടെ മസാല ദോശ തന്നെ കഴിക്കാമല്ലോ, അത് കൊള്ളാം. വരുന്നുണ്ട്. Oh, that's a huge one. Thank you. മസാല ദോശ വന്നിരിക്കുകയാണ് ഗൈസ്. വലിയ മസാല ദോശ കേട്ടോ, കാണിച്ചു തരാം. സൂപ്പുണ്ട്, ഉത്ര വലുത്. സാമ്പാർ, ചട്നി, ചമ്മന്തി എല്ലാം ഉണ്ട്. കഴിക്കട്ടെ. പിന്നെ ഇവിടെ വന്നപ്പോഴാണ്, ഇതാണ് ഷെഫ്, പേര് ഹുസൈൻ അല്ലേ, ഹുസൈന്. ആള് മലപ്പുറത്തുകാരനാണ്. അതിലുപരി നമ്മളെ അടുത്ത അരീക്കോട്ടുകാരനാണ്. അരീക്കോട് എന്നൊക്കെ വരുമ്പം കീശേരിക്ക് എത്ര 10-15 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. അത്ര അടുത്തുള്ള ആളാണ്. അപ്പം പുള്ളിക്കാരാണ് നമുക്കിന്ന് മസാല ദോശ തന്നത്. നല്ല അടിപൊളി ദോശ കേട്ടോ. അപ്പോൾ ശരി എന്നാ, ഇവിടെ കാണാം, എവിടുന്നേലൊക്കെ കാണാം. ഇൻഷാല്ലാ, ബൈ. ഈ ലോകം എത്ര ചെറുതാണെന്ന് പറയണത് കേട്ടോ. നാട്ടിലെ അയലോക്കക്കാരനാണ് ഇവിടെ UK ഒരു കൺട്രി സൈഡിൽ ഷെഫായിട്ട് കണ്ടത്. അത്രയും അടുത്തുള്ള ഒരാൾ. നല്ല ഫുഡ് തന്നെ കേട്ടോ, നല്ല മസാല ദോശ. ഞാൻ അയലോക്കക്കാരനായതുകൊണ്ട് പറയില്ല, നല്ല രസമുണ്ടായി. ഒരു നാട്ടിൽ നിന്ന് കഴിക്കണ ഒരു ഫീല് കിട്ടി. അങ്ങനെ വയറും മനസ്സും നിറഞ്ഞുകൊണ്ട് യാത്ര വീണ്ടും തുടർന്നു. പിന്നെ ഇനിയൊരു 10 മൈലോളം കൂടെ നടക്കാനുണ്ട് ആക്ച്വലി. ഫുഡ് കഴിച്ചിട്ട് ഞാൻ നടക്കണ വഴിയാട്ടോ അത്. എനിക്ക് തോന്നുന്നത് ഒരുപാട് ദൂരം ഇങ്ങനെ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നടക്കാനുള്ളത്. ഒരു റോഡ് പേടിക്കാനൊന്നുമില്ല, കാരണം ഇത് ആൾക്കാരൊക്കെ ഉണ്ട്. ബേക്കിലവിടെ കാണുന്നുണ്ടോ അറിയില്ല, കാരണം ആൾക്കാരൊക്കെ നടക്കുന്ന വഴി തന്നെയാണ്. സീനൊന്നുമില്ല, സൈഡിൽ കൂടെ അങ്ങനെ നടന്നാൽ മതി എന്ന് മാത്രം. കാരണം കറക്റ്റ് പാത്ത് വേ ഇല്ല ഇവിടെ. ഒരു 4 കിലോമീറ്ററോളം ഇപ്പോൾ ആ റോട്ടിൽ കൂടെ അങ്ങനെ നടന്നു. ഇതന്നെ ഒന്നുമില്ല, സൈഡിൽ ഇങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ എവിടെ ഉണ്ടല്ലേ കാണുന്നുണ്ടോ അറിയില്ല, ഒരു ഫുള്ളൊരു ഫാം പോലത്തെ വീറ്റ് ഫാമാണെന്ന് തോന്നുന്നു. റോഡിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വീറ്റൊക്കെ കാണുന്നുണ്ട്, വീറ്റ് ഫാമാണ് തോന്നുന്നുണ്ട്. പിന്നെ അതലക്കിലൊക്കെ കുതിരകളും ആടുകളൊക്കെ മേയ്ക്കുന്നുണ്ട്. പക്ക കൺട്രി സൈഡ് ആയിട്. ഇപ്പോൾ ഞാൻ കൺട്രി സൈഡിലെത്തിയിട്ടുണ്ട്. ഇതിൽ കൂടെ അങ്ങനെ കുറച്ചും കൂടി നടക്കാണ്ട് തോന്നുന്നു ഇനി ഒരു ടൗണിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. സമയം ഇപ്പോൾ ഏകദേശം 3:30 മണിയായി. ഇന്നെനിക്ക് തോന്നുന്നു ഇന്നലത്തെ നേരത്തെ എത്താൻ ചാൻസ് ഉണ്ട്. ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പം, 6:30 എത്തൂലേക്കാരം, ഒരു 7 മണി 7:15 ആകുമ്പോൾ അവിടെ എത്തുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ നീണ്ട 5.5 കിലോമീറ്ററിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ആ റോട്ടിൽ കൂടെ ഉള്ള വരവ് കഴിഞ്ഞ് അപ്പോൾ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ആ റോട്ടിൽ നിന്നാണ് ഞാൻ വന്നത്. ഇപ്പം 5.5 കിലോമീറ്ററോളം ബൈക്കൂടെ പോകുന്നു. മെയിൻ റോഡിലേക്ക് എത്തി. ഒരു മസ്താങ് പോകുന്നു. പിന്നെ പണി കിട്ടി. മഴ തുള്ളിയിട്ടാണല്ലോ. ഇത് പെയ്യുന്നാണ് തോന്നുന്നത്. നേരത്തെ പെയ്തില്ല, പക്ഷെ ഇത് പെയ്യും. പെയ്ത
ആ റോട്ടിൽ കൂടെ ഉള്ള 5.5 കിലോമീറ്ററിന് ശേഷം ഇനി മൊത്തത്തിൽ എൻ്റെ ഡെസ്റ്റിനേഷൻ നെറ്റിൽ ബെഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് എൻ്റെ സ്റ്റേ ഉള്ളത്. അവിടേക്ക് എത്താൻ ഒരു 10 കിലോമീറ്ററാണ് ഇനിയുള്ളത്. ഇപ്പോൾ സമയം 3:45. ഒരു 4 മണി ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എഴുന്നേറ്റാനാ 4 മണി ചായയും തിരഞ്ഞു പോയാൽ 5 മണി 6 മണിയൊക്കെ കഴിയും. ഇതിൻ്റെ സൈഡിലൊന്നും എത്തില്ല, കണ്ടില്ലേ. പിന്നെ 10 കിലോമീറ്റർ കൂടി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എത്തിയിട്ടുണ്ട്. അതായത് ആ കാട് വൈബിൽ ഇങ്ങനെ പോയാൽ പെട്ടെന്നൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടോ. കുറേ ബോട്ടും സർവീസും ഉണ്ടാകാൻ പോകുന്നു, ആളും ബഹളും. പെട്ടെന്ന്, അതായത് ഒരു സൈനും ഇല്ലായിരുന്നു, കാട്ടിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് ഇറങ്ങി വന്ന് ആൾക്കാർ. അത് കൊള്ളാം. അവിടെ പോയി ഒരു ചായ കുടിച്ചാലോ, കുറച്ച് ഇരിക്കണേനി. ഒന്നും നോക്കിയില്ല, അവിടെ പോയി അങ്ങോട്ട് ഇരുന്നു. വ്യൂ കണ്ടില്ല, നല്ല രസമുള്ള സ്ഥലം കേട്ടോ. പോയിരുന്നു, പീനട്ട് ഇന്നൊരു ചായ ഓർഡർ ചെയ്തത്. ചായ പോരേ തരാം. കുറച്ചൊരു ഇരിക്കണം, അതിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ചായ കുടി. കാരണം ആ റോട്ടിൽ ഓടി ഇരിക്കാൻ പറ്റില്ല, 5-6 കിലോമീറ്ററായിട്ട് അങ്ങനെ നടന്നുകൊടുക്കുക. അപ്പോൾ ഒരു സ്പോട്ട് കിട്ടിയപ്പം ചായ കുടി നടക്കും, മറ്റേ റെസ്റ്റും ആവും. നല്ല സ്ഥലം കേട്ടോ. ഇത് ഇതിൽ ഫുള്ള് കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഉണ്ടോ അവിടെ ചായയും കുടിച്ചിരുന്ന് നേരം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഒരു 20-25 മിനിറ്റോളം ഞാൻ അവിടെ ഇരുന്നു. രസമുണ്ടായിനി. അതല്ലേ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ എപ്പോഴും നടക്കുന്നത്. നല്ല വ്യൂ ഒക്കെ. ബോട്ട് സർവീസ് ചെയ്യുന്ന ബോട്ട്സാണ്. ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് തോന്നുന്നത് ഇവിടെ അടുത്തുള്ള. അതൊക്കെ കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട്. എന്തെങ്കിലും കാഴ്ചകളും കാണുന്നുണ്ടല്ലോ ഈ കൂട്ടത്തിൽ നിന്ന് ഓർക്കുമ്പോൾ. കൊള്ളാം ഈ സ്ഥലം. ഒരു 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 പോസിറ്റീവ് വൈബുള്ളൊരു സ്ഥലം. ഇന്നലത്തെ അതേപോലെ തന്നെ ഉണ്ട്. വൈകുന്നേരം അങ്ങോട്ടായപ്പോൾ ചൂടെടുത്തിട്ട് വിയർത്തൊലിക്കൽ തുടങ്ങി. മടിച്ച് നിൽക്കുകയാണ് ഇത്രയും നേരം. ഒടി ഊര എങ്ങനെ ഊര വിചാരിച്ച്. പിന്നെ ഇപ്പോൾ വിചാരിച്ച് നടക്കൂല. ഞാൻ ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ഉള്ളിൽ ഊരി ബാഗുമ്മ കെട്ടി വെച്ചിരിക്കണേ. അല്ലാതെ നടക്കൂല. ഇത് റോഡിൻ്റെ സൈഡ് കൂടെ തീരെ നടക്കാൻ സ്ഥലമില്ല. അതാണ് ഞാൻ നടന്നിട്ട് വീഡിയോ എടുക്കൽ നടക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരിക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ് ഇനി ഏകദേശം 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവിടെ എത്തും. ചൂടെടുത്തിട്ടുള്ള വിയർക്കൽ, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നീണ്ട നടത്തത്തിന് ശേഷം ഇന്നത്തെ സ്റ്റേക്ക് എത്താനായിട്ടുണ്ട്. ഇതൊരു ഉള്ളോട്ടുള്ള ഏരിയയിലാണ്. പിന്നെ ഈ വീടിൻ്റെ ഓണറും ഒരു അമ്മച്ചിയാണ്. അമ്മച്ചി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, കാറൊക്കെ വരുന്നുണ്ട്. അമ്മച്ചി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിച്ചു. ഉച്ചക്ക് മെസ്സേജ് അയച്ചു, ഇനി എപ്പോഴാണ് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും 6 മണിക്ക് ശേഷമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ വീട്ടിലുണ്ടാവില്ല, അമ്മച്ചിൻ്റെ അമ്മച്ചി ചിലപ്പം എത്തുണ്ടാവുക സമയത്തിന് ശേഷം. അപ്പോൾ അവിടെ ഒരു കറുപ്പ് കാറുണ്ട് എന്നുണ്ടെങ്കിൽ അമ്മച്ചി വന്നിട്ടുണ്ട്, ഇല്ല എന്നുണ്ടെങ്കിൽ കീ അവിടെ എവിടെയും വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോയി നോക്കട്ടെ. ഏതായാലും 5 മിനിറ്റ് കൂടി എന്തോ ഉള്ളൂ നടക്കാൻ. ഫൈനലി അങ്ങനെ നമ്മൾ 2ാമത്തെ ദിവസവും തീർക്കുകയാണ് ഗായ്സ്. ഇന്ന് വലിയ സീൻ, ഇന്നലത്തെ അത്ര സീനില്ല. നമ്മളത്ര നടന്നിട്ടില്ല. പക്ഷേ 30 കിലോമീറ്ററാണ് ഞാൻ വെച്ചതെന്നുണ്ടെങ്കിലും കൂടിയിട്ടുണ്ട്. ഏകദേശം 33ൻ്റെ അടുത്ത് എന്തോ ആയിട്ടുണ്ട്. വീട്ടിലെത്തിയിട്ട് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഫൈനലി ഞാൻ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന മാക്പി സെൻറ്റ്, ഇവിടെയാണ് ഇന്നത്തെ താമസം. കാറൊന്നും കാണുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു ചാവി എവിടെയും വെച്ചിട്ടുണ്ടാവും. ഇതാണ് വീട്, ഇതാണെന്ന് തോന്നുന്നു. സോ അമ്മൂമ്മ വീട്ടിലില്ല. അപ്പോൾ അമ്മൂമ്മയും പണിക്കോണ ആളാണല്ലോ. സമയക്കണം. അപ്പം അമ്മൂമ്മ വീട്ടിലില്ലെങ്കിൽ ചാവി എന്നോട് ഇവിടുത്തെ ഫ്രണ്ട് ഡോറിൽ അവിടെ ഫ്ലവർ പോട്ടിൻ്റെ താഴത്തുള്ള ടൈലിൻ്റെ ചൂട്ടിൽ വെക്കാമെന്ന് പറഞ്ഞു. കിട്ടിയിട്ടുണ്ട്. ഇതാണ് ചാവി. അപ്പം എന്നോട് പറഞ്ഞത് ബാക്ക് കൂടെ വരാനാണെന്ന് തോന്നുന്നു.
ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ബാക്കിലല്ല കേട്ടോ, ഫ്രണ്ടിൽ തന്നെയാണ്. കീഴിൽ തുറന്നു നോക്കാം. ഓ, ചാവി കിട്ടണില്ലല്ലോ. ആ, ഇതാണിപ്പോൾ വീട്. അതിലെടുക്കട്ടെ. പിന്നെ കിച്ചൺ കൂടെ അങ്ങനെ നടന്നിട്ട് ഹാളിലേക്ക് പോയാൽ സ്റ്റെയർ ഉണ്ടെന്ന് പറഞ്ഞു. ആ, ഇതാണ് സ്റ്റെയർ. ഇതിൽ കൂടെ പോയാൽ മുകളിൽ കയറിയിട്ട്, ഇത് എന്തൊരു പുരാതന കാലത്തെ വീട് മാതിരിട്ടാ. അതൊക്കെ എന്ത്? ഇവിടെ പോയാൽ ലെഫ്റ്റിൽ 3 ഡോറുണ്ട്. ഫസ്റ്റ് ഡോറ് വാഷ്റൂം എന്ന് പറഞ്ഞു. ആ, ഇതാണ് ബാത്റൂം. വാവ്. സോ ഇതാണ് വാഷ്റൂം. രണ്ടാമത്തത് ആണ് എനിക്കുള്ള റൂം. കുറച്ച് പയ്യെ തുറന്നിട്ടൊക്കെ. വോ വോ വോ. സോ ഇതാണ് റൂം. അങ്ങനെ വീട്ടിലെത്തി. രണ്ടാമത്തെ ദിവസവും സേഫായിട്ട് നമ്മൾ സ്റ്റേയിലെത്തിയിട്ടുണ്ട്. നല്ല റൂം കേട്ടോ. കൊച്ചു റൂമാണെന്നുണ്ടെങ്കിലും നല്ലൊരു അടിപൊളി റൂം. കാണിച്ചു തരാം. അങ്ങനെ വന്നിട്ട് ഒരു കബോർഡുണ്ട്. കബോർഡിനകത്ത് ഫാൻ, ചൂടെടുക്കുകയാണെങ്കിൽ ഫാൻ ഇടാം. പിന്നെ അങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ടി വി ഉണ്ട്. ടി വി ഒക്കെ കിട്ടുമോ. പിന്നെ അതാ ഒരു കെറ്റിലുണ്ട്, മിൽക്ക്, ടീ പൗഡർ എല്ലാം ഉണ്ട്. ചായ ഉണ്ടാക്കാൻ കുക്കീസ് വരെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. അതുണ്ട്. പിന്നെ എല്ലാം ഉണ്ട്. ആ, അപ്പോൾ രണ്ടാമത്തെ ദിവസം കംപ്ലീറ്റ് ആയി. അങ്ങനെ സമയം ഇപ്പോൾ 6:45 അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും എത്രയോ നേരത്തെത്തി. നല്ല കാര്യം, കാരണം അത്രയും റെസ്റ്റ് എടുക്കാം. പിന്നെ ഇന്നലെയൊക്കെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ 1 മണി ഒക്കെ ആയി രാത്രി. ഒന്ന് നേരത്തെ അതിൻ്റെ മുന്നേ ഉറങ്ങി. നാളെങ്കിലും 8 മണിക്ക് എനിക്ക് എണീറ്റ് പോകണം. എനിക്ക് തോന്നുന്നത് കാരണം നാളെ കുറച്ചുകൂടി കൂടുതൽ നടക്കാണ്ട് തോന്നുന്നുണ്ട്. ഇന്നലെ കൂടുതലിനി, ഇന്ന് കുറച്ച് കുറവാണ്. നാളെ എനിക്ക് കുറച്ച് കൂടുതലാണ് തോന്നുന്നുണ്ട്. അത് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഇന്നത്തെ കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരും. കാണിച്ചു തരാൻ വിടില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പറയും ഞാൻ ബസ് കയറി പോയിക്കണേ, ഞാൻ വണ്ടി കയറി പോയിക്കണേ എന്നൊക്കെ നിങ്ങൾ പറയും. അതുകൊണ്ട് കറക്റ്റ് കാണിച്ചു തരാം. ഇതാക്കണേ, മിറർ ചെയ്തിട്ടാണല്ലോ ഇതിൽ കാണുന്നത്. 3 ഓഗസ്റ്റ് സ്റ്റെപ്പ് തൊട്ടാൽ ഇന്നലെ മിറർ ഇല്ലെങ്കിൽ ഒന്ന് മിറർ ആക്കണമല്ലോ. പിന്നെ ഇതാ 32.6 കിലോമീറ്റർ ഇത് ഇന്ന് നടന്നതാണ്. 44,255 സ്റ്റെപ്പ്. 32 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 30 ആക്ച്വലി കറക്റ്റ് ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയപ്പോൾ ഇങ്ങോട്ടുണ്ടായതിന് ദൂരം. പക്ഷേ രാവിലത്തെ മറ്റേ എയർപോർട്ട് മറന്നേക്കലും അത് തിരിച്ചെടുക്കാൻ പോകലും അവിടെ ഒരു 1/2 കിലോമീറ്റർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് 1/2 കിലോമീറ്റർ ആ ഒരു റേഞ്ചിൽ. അത് പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറണ്, അവിടെ റെസ്റ്റോറൻറ്റ് കയറണ്, അങ്ങനത്തെ കുറച്ച് ചില്ലറ അതും. പിന്നെ ഗൂഗിൾ മാപ്പിൽ ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് കാണിച്ചിനെ വഴി, അങ്ങനെ ഒരു വഴി അവിടെ ഇല്ല. അപ്പോൾ പിന്നെ കുറച്ചും കൂടി ഒന്ന് കറങ്ങി പോകേണ്ടി വന്നു. അങ്ങനെ കേട്ട് ഏതായാലും ഫൈനലി അവിടെ എത്തിയിട്ട് വലിയ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ഇനി എന്താണെന്ന് വെച്ചാൽ കുളിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട്. കാരണം ഇന്ന് വിയർത്തുകണ ഞാൻ. ആ ഹുഡി ഇട്ടിട്ട് പുറമൊക്കെ വിയർത്ത് അത് ഊരാനൊരു മടി, മറന്നല്ല. പിന്നെ കുളിക്കണം, പിന്നെ ഇത് എഡിറ്റ് ചെയ്യണം, ഇന്ന് വേഗം കടന്നുറങ്ങണം. ബാഗ് ഇട്ടിട്ടേ വേദന എടുക്കുന്ന ചെറിയൊരു വേദന ഇവിടെ. അതാണ് ഇനി പരിപാടി. അപ്പോൾ ഓക്കെ, ഞാനേ ഫുഡ് ഊബറിൽ ഓർഡർ ചെയ്തു. പിന്നെ കാരണം എന്താ വെച്ചാൽ ഞായറാഴ്ചയാണ്, സമയം 7 മണി ആവണുള്ളൂ. ഞായറാഴ്ചയാണ്, പക്ഷേ എല്ലതും അടക്കും. അത് തന്നെ ഇപ്പം റെസ്റ്റോറൻറ്റ്സിൽ ഒന്നും ഫുഡ് ഇല്ല. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ക്ലോസ്ഡ്, അല്ലെങ്കിൽ അവിടെ പോയിട്ട് പിക്കപ്പാണ്. ഊബറിൽ ഇല്ല. അപ്പോൾ ഞാൻ ഇത് എവിടെ നിന്ന് എടുക്കണമെന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റിലുള്ള സാധനങ്ങൾ, എന്തോ പാസ്റ്റിൻ്റെ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിവിടെ ഓവൻ ഉണ്ടാവും, ഓവനിൽ ചൂടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ. പിന്നെ ഫ്രൂട്ട്സ്, ഡ്രിങ്ക്സ് അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. വെള്ളം, പിന്നെ നമ്മളെ സ്ഥിരം ലുക്കോസാടിയും അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ട് വേണം ഡിന്നർ കഴിക്കാൻ. ഇതൊക്കെ തന്നിക്കണത് പിന്നെ ഇത് ഇടാനല്ലേ. പിന്നെ കുളി കഴിഞ്ഞ് അപ്പം എൻ്റെ
ഊബറിന്ന് ഡെലിവറി വന്നത്. എന്തൊക്കെയുള്ളത് നോക്കാം. സോ BBQ ചിക്കൻ പാസ്ത ഉണ്ട്, പിന്നെ വെള്ളമുണ്ട്, പിന്നെ മാംഗോ ചങ്ക്സ് ഉണ്ട്, ദെൻ ലൂക്കോസാഡിൻ്റെ റാസ്ബെറി വർഷം. ഇതാണ് ഇന്നത്തെ ഡിന്നർ. ഇതല്ല, ലൂക്കോസാഡ് എനിക്ക് നാളെ കൊണ്ടുപോകാനുള്ളതാണ് ബാക്കിയുള്ളത്. അങ്ങനെ സമയം ഇപ്പോൾ രാത്രി 9:30 ഞാൻ ഡിന്നറൊക്കെ കഴിച്ച് സെറ്റായി. ഇനി വീഡിയോ ഒന്നൊക്കെ എല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്യണം, പെട്ടെന്ന് കടന്നുറങ്ങണം, എന്നാണ് ഇനി പരിപാടി. അപ്പോൾ ഇതൊക്കെ ഇനി ഡേ 2 ഉണ്ടായിരുന്നത്. നാളെ ഡേ 3 ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എന്തെങ്കിലും സംഭവ വിപുലമായ ആ സാധനം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറച്ച് ആൾക്കാർ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് കാണുക, ഫുൾ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആൻഡ് ബൈ.